ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കും. നാളെ തന്നെ ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകാനാണ് നീക്കം. വിവരങ്ങളുമായി ശരത് ലാലാണ് ചേരുന്നത്. ശരത് ലാൽ, അഴിക്കുള്ളിൽ തന്നെ തുടരുകയാണ് കന്യാസ്ത്രീകൾ. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഏത് തരത്തിലാണ് ഇനി തുടർ നിയമ നടപടികളിൽ കടക്കുന്നത്? സെഷൻസ് കോടതി ജാമ്യ ഹർജി പരിഗണിക്കാതെ NIA കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിധിന്യായം പുറത്തു വന്നതിന് ശേഷമാണ് ഈ കാര്യത്തിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത്. കാരണം ഈ നക്സൽ മേഖലയിലുള്ള 3 NIA കോടതിയിലും ഇത് ജാമ്യ ഹർജി നൽകിയാൽ അതിൽ NIA അന്വേഷണം നടത്തേണ്ടി വരും. ഈ ഒരു സാഹചര്യം ഒഴിവാക്കാൻ കൂടി വേണ്ടിയാണ് NIAക്ക് കേസെടുക്കണമെന്ന നിർദ്ദേശത്തിന് തുല്യമായ നീക്കമാണ് സെഷൻസ് കോടതിയുടെ മുമ്പിൽ ഉണ്ടായിരിക്കുന്നത്. ഇതുകൊണ്ടാണ് നേരിട്ട് തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനും ഇത്തരമൊരു നിർദ്ദേശം ക്വാഷ് ചെയ്യാനുമുള്ള നടപടിക്രമങ്ങളുമായി കന്യാസ്ത്രീകൾ പോകുന്നത്. അല്ലെങ്കിൽ വളരെ ഗുരുതരമായ ഒരു സ്ഥിതിയിലേക്ക് ഈ കേസ് എത്തിപ്പെടും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു അവസ്ഥയിലേക്ക് ഹൈക്കോടതിയെ തന്നെ സമീപിക്കാനും അവിടെ കാര്യങ്ങൾ ബോധിപ്പിക്കാനും ഉയർന്ന അഭിഭാഷകരെ തന്നെ നിർത്താനും ഉള്ള ഒരു സാധ്യത തേടുന്നത്. ഇത് സംബന്ധിച്ച പൂർണ്ണ രൂപങ്ങൾ ഇന്ന് രാത്രിയോടെ തീരുമാനമാകും. ഏത് അഡ്വക്കേറ്റ് ആയിരിക്കും ഹൈക്കോടതിയിൽ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരാകുക എന്ന കാര്യത്തിൽ ഇപ്പോൾ തീരുമാനം. കാരണം നിയമവിദഗ്ധരുമായി അവർക്ക് നൽകിയ ഉപദേശം അത് പൂർണ്ണമായിട്ടും ഹൈക്കോടതിയെ സമീപിക്കുക, NIA കോടതിയിലേക്ക് പോകരുത് എന്നാണ്. NIA കോടതിയിൽ പോകുകയാണെങ്കിൽ NIA ഏജൻസി കൂടി അന്വേഷണത്തിൽ എത്തിപ്പെടും. അതുകൊണ്ട് തന്നെ നേരെ ഹൈക്കോടതിയിലേക്ക് പോകുക, ജാമ്യം നേടുക എന്നുള്ള ലക്ഷ്യമാണുള്ളത്. ഇക്കാര്യത്തിൽ ഒരു തീരുമാനം ഉടൻ തന്നെ ഉണ്ടാവും. ഏതായാലും നാളെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യണമെന്നാണ് ഇവർക്ക് ലഭിച്ച നിയമോപദേശം. സഭാ നേതൃത്വവുമായി കുടുംബാംഗങ്ങൾ ഇപ്പോൾ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ അവർ നൽകിയ ഉപദേശമെന്നാൽ പ്രമുഖ അഡ്വക്കേറ്റുമാർ നൽകിയ ഉപദേശമെന്നാൽ ഡൽഹിയിൽ സുപ്രീം കോടതി അഭിഭാഷകരടക്കം ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയിരുന്നു. ഈ കാര്യത്തിൽ ലഭിച്ച നിയമോപദേശം ഹൈക്കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. 3 കോടതിയിൽ ജാമ്യാപേക്ഷ ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ 3 കോടതിയും വിവിധ ഉത്തരവുകൾ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇത് 15 ദിവസമെങ്കിലും ഇക്കാര്യത്തിൽ ജാമ്യം ലഭിക്കാൻ വേണ്ടിവരും എന്ന ഒരു വിലയിരുത്തലും ഇതുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തരമായി ഈ ഹർജി കേൾക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. കാരണം സെഷൻസ് കോടതിൻ്റെ ഉത്തരവ് കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ടു മുകളിലുള്ള കോടതി അപ്പലക്സ് കോടതി ഹൈക്കോടതി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുക എന്നൊരു മാർഗമാണ് ഇപ്പോൾ NIA കോടതിയിൽ ജാമ്യത്തിന് പോകാതെ നേരിട്ട് തന്നെ ഹൈക്കോടതിയെ സമീപിക്കുക എന്ന ഒരു നിയമോപദേശമാണ് കന്യാസ്ത്രീകളുടെ ബന്ധുക്കൾക്ക് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് നീക്കം. സ്വാതി. ശരി ശരത് ലാൽ, ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിക്കും. നാളെ തന്നെ ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി നൽകാനാണ് നീക്കം.